ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതെന്താ വെച്ചാൽ ഇതാ എൻ്റെ ഒപ്പം അമ്മ ഉണ്ട്. അപ്പോൾ അമ്മ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യും. അപ്പോൾ നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അമ്മേൻ്റെ ഒരു പാചകത്തിൻ്റെ ഒരു വിശേഷം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചോറ്, സാമ്പാർ, പയറുതോരൻ, പിന്നെ മാങ്ങയുണ്ട്, തൈരൊക്കെ ചേർത്തിട്ട് ഒരു മാങ്ങാപ്പെരുക്ക്, പിന്നെ പപ്പടം. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കുന്നതും ഞങ്ങൾ കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പം നമ്മൾ വീട്ടിലത്തെ കുറച്ച് രസകരമായ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളത്. അപ്പോൾ അമ്മേൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പറയലുണ്ട്, അമ്മേനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മേൻ്റെ വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കിടക്കാം. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് ഉള്ളിക്കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി, കുമ്പളങ്ങ, വഴുതനങ്ങ, മുരിങ്ങക്കായ, പച്ചക്കായ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാമ്പാറിനും തോരനും അതുപോലെ മാങ്ങ പെരുക്ക് അതിനൊക്കെയുള്ള കഷ്ണങ്ങൾ ആദ്യമാണ് നുറുക്കി വയ്ക്കാം. നമ്മുടെ കഷ്ണങ്ങൾക്ക് നുറുക്കി വെച്ചാൽ പിന്നെ ഓരോന്നും അങ്ങനെ തയ്യാറാക്കിയാൽ മതി. അപ്പം ഞാൻ നുറുക്കിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിയാം. കഷ്ണമൊക്കെ അങ്ങനെ നുറുക്കാണ്. അപ്പോൾ എനിക്കെന്നെയൊക്കെ കഷ്ണങ്ങളൊക്കെ എല്ലാം ഒക്കെ തയ്യാറാക്കുന്നത് അമ്മ തന്നെയാണ്. ഇത് കാണാൻ രണ്ടാൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളിത് ഉണ്ടാക്കുന്നത് കാണാൻ രണ്ടാൾക്കാർ. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളൊക്കെ നുറുക്കി. ഇതാണ് ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. നാടൻ പച്ചപ്പയറാണ് തോരനായിട്ട് എടുക്കുന്നത്. അടുത്ത് മാങ്ങ നുറുക്കഞ്ഞ്. അപ്പോൾ അമ്മയ്ക്ക് സഹായിയായിട്ട് ഞാനുണ്ട് സാമ്പാറുണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പാചകത്തിൽ. അപ്പോൾ നമ്മൾ കഷ്ണമൊക്കെ നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. തേങ്ങയും മല്ലിപ്പൊടിയും പച്ചമുളകും ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞത് അത് അരച്ചെടുത്തതാണ്. ഇത് ഒക്കെ ഒന്ന് നല്ല കുറുന്നനെ ആയിട്ട് അരച്ചെടുത്തു. പിന്നെ മുരിങ്ങക്കായ, വെണ്ടയ്ക്ക അല്ലാത്ത കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് പരിപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ. പിന്നെ വെണ്ടയ്ക്കും മുരിങ്ങക്കായും അതിലേക്ക് ചേർക്കാനുള്ളതാണ്. പിന്നെ പുളി, അതിൽ പിഴിഞ്ഞ് പാരാനുള്ള പുളി. അപ്പോൾ കഷ്ണങ്ങൾ ഒന്ന് ഒരു വിസിൽ കൂക്കി വെന്തിട്ടുണ്ട്. പിന്നെ അതിൽ മുരിങ്ങക്കായും വെണ്ടയ്ക്കും ചേർക്കാണ്. ഈ മുരിങ്ങക്കായും വെണ്ടയ്ക്കും അവസാനം വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ അത് ഉടയും ആകെ. അപ്പോൾ അത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിസിൽ കൂക്കിയ ശേഷം ഇടുന്നത്. കാരണം അതിന് അത്രയൊക്കെയുള്ള വേവേ ഉള്ളൂ, അധികം വേവൊന്നും ഇല്ലാത്ത കഷ്ണങ്ങളാണിത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി എല്ലാം ചേർക്കുക. അത് ആദ്യം നേരെ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടും വേവിക്കുക, അതല്ലെങ്കിൽ നേരെ ഒരു കൂക്കി കഴിഞ്ഞിട്ടും വേവിക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല. ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം നല്ലോണം മസാലയൊക്കെ പിടിച്ച ശേഷം തന്നെ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത്രയും നേരം അതിൽ മസാലയൊക്കെ പിടിച്ചോളും. പുളിയും പിഴിഞ്ഞ് വാർന്നു. ഈ പൊടികളൊക്കെ ഏകദേശം ഒരു ചെറിയ ഒരു സ്പൂണ് 1.5 സ്പൂണ് ആ ഒരു അളവിലാണ്. ഒരളവ് പറഞ്ഞാൽ അങ്ങനെ അവരുടേതായ ഒരു കണക്കിലുള്ള അളവാണ്. അതിൽ പിഴവൊന്നും ഉണ്ടാവില്ല. ആ ഒരു കണക്കിനിടാം. പിന്നെ കഷ്ണങ്ങളൊക്കെ ഏകദേശം എല്ലാ കഷ്ണങ്ങളും മിക്കവാറും വെണ്ടയ്ക്ക അതൊക്കെ പറഞ്ഞ അതൊന്നും അളവിനല്ല എടുക്കുന്നത്. എന്നാലും ഒരു 100-150 ഗ്രാം വെച്ചിട്ടൊക്കെ ഉണ്ടാവും മിക്കവാറും കഷ്ണങ്ങളൊക്കെ. 200 ഗ്രാമിൻ്റെ ഉള്ളിലായിട്ട് ഒരു 2 ആൾക്കുള്ളത് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അരവ് പാരാണ്. ഞാൻ നന്നാക്കി ഇളക്കളി പിടിച്ച് നന്നാക്കി ഇളക്കളി. കരിവേപ്പിൻ്റെ ഇല, തേങ്ങ അരവ് പാർന്ന് അങ്ങനെ തിളയ്ക്കാൻ നിൽക്കരുത്. ഒന്നിന് കഴിഞ്ഞ ഉടനെ എടുക്കാം. അപ്പോൾ ഇതിൽ കടുക് വറുത്തിടാം.
കടുക് താളിച്ചിട്ട ശേഷം അതേപോലെ തന്നെ അടച്ചു വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വിളമ്പാൻ നേരത്തെ എടുത്താൽ മതി. എന്നാൽ അത്രയും എണ്ണയൊക്കെ നിറങ്ങി കറിക്ക് സ്വാദ് കൂടും. കുഞ്ഞി പയറിൻ്റെ തോരൻ ഉള്ള നല്ല ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് വെക്കുന്നത്. അത് നേരെ കഴുകി വൃത്തിയാക്കി പിന്നെ അതിൽ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അത് വേവിക്കാം. അപ്പോൾ പയർ പച്ചമുളക് കയറിയിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടു. ഇനി അത് വേവിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ പെരുക്കിനുള്ള മാങ്ങയുടെ ഒരു കഷ്ണം, ചെറിയ പുളിയുണ്ട്, മധുരമുണ്ട്. അപ്പോൾ നേരത്തെ നുറുക്കി വെച്ച മാങ്ങയുണ്ടുള്ള മാങ്ങാപ്പെരുക്ക് തയ്യാറാക്കാണ്. മിക്സിയിലിട്ട് പച്ചമുളകും മാങ്ങയും പച്ചക്കടുക് തേങ്ങ തൈര് ഇത് കൂട്ടി അരയ്ക്കാം. ഒരു ലേശം തൈര് ഒഴിക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിടുക. നമ്മൾ സാമ്പാർ ഒന്ന് എടുത്ത് ഇങ്ങനെ ഇളക്കുക. അപ്പോൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇന്നത്തെ വിഭവങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കുന്നു. റെഡിയായി. തൈര്, പപ്പടം കാച്ചിയത്. അപ്പോൾ എല്ലാ വിഭവങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കിന്ന് കഴിക്കാനുള്ളതാണ്. വറുത്തമുളക്, പയറുതോരൻ, മാങ്ങാപ്പെരുക്ക്, പപ്പടം കാച്ചിയത്, പിന്നെ ചോറ്, സാമ്പാർ. നാടൻ സ്റ്റൈലിലുള്ള നമ്മളെ നാടൻ കേരള സ്റ്റൈലിലുള്ള ഊണ് അത് കഴിക്കാൻ വേറെ രസം തന്നെയാണ്. നല്ല തൈരും കൂട്ടി, സാമ്പാറും തൈരും കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? നിങ്ങൾ ഉണ്ടാക്കിയത്? നിങ്ങൾ ഉണ്ടാക്കിയ തന്നെയല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറിനല്ലേ? അപ്പം അമ്മ ഉണ്ടാക്കിയ തന്നെയാണ്. ഞാനിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നല്ല ഒരു നാടൻ രീതിയിലുള്ള ഒരു സാമ്പാറും ചോറിനും ഒക്കെ കൂട്ടിക്കുഴച്ച് നല്ലൊരു വയറേതായാലും നിറഞ്ഞു. നല്ല രസമുള്ളൊരു ഊണ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.